ഹായ് ഗൈസ്, അവിടെ നിന്നപ്പോൾ നമുക്കൊരാഗ്രഹം ശംഖുമുഖം ബീച്ച് കാണാൻ പോയാലെന്ന്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ശംഖുമുഖം ബീച്ച് കാണാൻ പോയി. അവിടെ പോയപ്പോൾ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യമൊന്നുമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നോക്കുന്ന പൂച്ചയും പട്ടിയൊക്കെ പിള്ളേരും കൊണ്ട് അഡോപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് ഈ കൊച്ചു പിള്ളേർക്ക് സഹിക്കുന്നില്ല, കിട്ടിയാൽ കൊണ്ടുപോകാമെന്ന്. അവിടെ നോക്കുന്ന കുട്ട, ചട്ടി, പാത്രം, പട്ടി, പൂച്ച, അങ്ങനെ സകലമാന സാധനം അതിൻ്റെ അകത്തുണ്ടടേ. അതും കണ്ടുകൊണ്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നോക്കുന്ന ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി ഓട്ടിച്ച് കളിക്കാൻ വേണ്ടി കൊച്ചു പിള്ളേർക്ക് വണ്ടികൾ, അതും ഈ BMW ബെൻസും ജീപ്പിൻ്റെയൊക്കെ മോഡൽ. പിള്ളേർ വിടുവോ? ഇതാ അവിടെ ആണെങ്കിൽ ഒരു ആൻറ്റി ആണെങ്കിൽ കഷ്ടപ്പെട്ട് കുതിര പുറത്തൊക്കെ കയറിയിരുന്ന് കുതിര ഓട്ടിക്കാൻ നോക്കണം. അടുത്തിരിക്കുന്ന ചെറുക്കന് പിന്നെ ആളില്ലാത്തതുകൊണ്ട് അവൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ നോക്കണം, റോഡ് വഴി ട്രെയിനൊക്കെ പോകുന്നു. ചെറുക്കൻ നേരെ തന്നെ ഓട്ടിച്ചുകൊണ്ട് പോകണം. വൈകുന്നേരം സമയത്ത് ജില്ലനെ പാട്ടൊക്കെ ഇട്ട് വൈബായിട്ട് പിള്ളേർ പോകണം. അങ്ങനെ നോക്കണം, ആ ആൻറ്റി ആണെങ്കിൽ കഷ്ടപ്പെട്ട് കുതിരയെ ഓട്ടിച്ചുകൊണ്ട് ഇതാ പോണ്. കടൽ നോക്കണം, കടലാണെങ്കിൽ ഭയങ്കര രൂക്ഷമായിട്ട് നിൽക്കുന്നു. കിടക്കണ കിടപ്പ് കണ്ട വള്ളമൊക്കെ ആണെങ്കിൽ തലകുത്തനെ കരയിലിരിക്കുന്നു നോക്കിയപ്പോൾ. പിന്നെ നേരെ നടന്നു പോയപ്പോൾ അമുലിൻ്റെ ഷോപ്പ് കണ്ട. അവിടെ കയറി ഐസ്ക്രീം കുടിക്കാമെന്ന് പറഞ്ഞ് 3 കൂടെ കയറി. അങ്ങനെ പോയിട്ട് 2 പേര് ഐസ്ക്രീം ഓർഡർ ചെയ്ത്, ഞാൻ എൻ്റെ ഷേക്ക് ഓർഡർ ചെയ്ത്. നല്ല കൊള്ളായിരുന്നു കേട്ടോ, 3 നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ലോകകാര്യം നാട്ടുകാരിയും പരദൂഷണവും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു 3 കൂടെ. അവിടെ നിന്ന് വായി നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് അപ്പോഴത്തേക്ക് സമയമായി വീട്ടിൽ പോകാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി വീട്ടിൽ പോകാൻ സമയമായതുകൊണ്ട്. അപ്പോൾ അവൻ്റെ വഴിക്ക് ഞങ്ങളെ വഴിക്ക് പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് വണ്ടി കയറി നേരെ പോയപ്പോഴാണെങ്കിൽ നോക്കണ്, നഗര കാഴ്ച കാണുന്ന ബസ് പോകുന്നു. അതിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം സമയമായതുകൊണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് വീടെത്തി. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ.